നിങ്ങൾ ടൂറോ ദീർഘദൂര യാത്രയോ പോകാൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വാഹനത്തിന് എത്ര രൂപയുടെ ഇന്ധനം വേണ്ടി വരും, എത്ര രൂപ ടോള് കൊടുക്കണം, എവിടെയൊക്കെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് എന്നൊക്കെ കൃത്യമായി പറഞ്ഞു തരുന്ന ഒരു മാപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. നമുക്കറിയാം ഗൂഗിൾ മാപ്പിന് ഒരുപാട് പരിമിതികളുണ്ട്. എന്നാൽ ഈ ആപ്ലിക്കേഷൻ അങ്ങനെയല്ല. നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ഇതിനൊക്കെ പുറമെ നിങ്ങൾക്ക് ട്രാഫിക് ബ്ലോക്ക് ഇല്ലാതെ എങ്ങനെ യാത്ര ചെയ്യാം, ടോൾ ഒഴിവാക്കിയിട്ട് എങ്ങനെയാണ് യാത്ര ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽസുമൊക്കെ ഇത് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ്. അതുകൂടാതെ നിരവധി മാപ്പിനകത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഫീച്ചറും ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ഏത് ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം. പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ടോൾ ഗുരു എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു ആപ്ലിക്കേഷൻ ലഭിക്കും. ജസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. എല്ലാ പെർമിഷനും നിങ്ങൾ കൊടുക്കുക. കണ്ടിന്യൂ വിത്ത് മാപ്പ് അപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ ഓൾറെഡി അതിൽ സേവ് ആയിരിക്കും. അല്ലെങ്കിൽ ഓരോ തവണ മാനുവലായിട്ട് ചെയ്യേണ്ടി വരും. അല്ല നിങ്ങൾക്ക് ജസ്റ്റ് കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മതിയെങ്കിൽ നിങ്ങൾക്ക് താഴെ നീല അക്ഷരത്തിൽ വളരെ ചെറുതായിട്ട് കണ്ടിന്യൂ ആസ് ഗസ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് യെസ് എന്ന ബട്ടൺ കൊടുക്കുക. ഇനി ഇവിടെ ഗെറ്റ് ഇറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ആക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ലൊക്കേഷൻ ഇത് കണ്ടെത്തുന്നതാണ്. ഇനി ഇതിൻ്റെ ചില ഓപ്ഷൻ മാത്രമേ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഉപയോഗിക്കാവുന്നതാണ്. ജസ്റ്റ് ഞാൻ ആപ്ലിക്കേഷൻ ഒന്ന് പരിചയപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾക്കിവിടെ ഇടതുഭാഗത്ത് മുകളിലായിട്ട് 3 ലൈൻസ് കാണാം. അതിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ കൂടുതൽ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇനി ലോഗിൻ ചെയ്യണമെങ്കിൽ അതും നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് തന്നെ സാധിക്കുന്നതാണ്. ഇനി ഞാൻ ഇതിൻ്റെ ഓപ്ഷൻ കാണിച്ചു തരാം. നിങ്ങൾക്കിവിടെ മുകളിൽ എൻ്റർ ചെയ്യേണ്ട ഒരു ഓപ്ഷൻ കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടേക്കാണ് യാത്ര ചെയ്യേണ്ടത് എന്ന് ആദ്യം ടൈപ്പ് ചെയ്യണം. ഇപ്പോൾ ഓൾറെഡി മുകളിലുള്ളത് എൻ്റെ ലൊക്കേഷനാണ്. നിങ്ങൾ ലൊക്കേഷൻ കൊടുത്താൽ മാത്രമേ ഇത് ഓട്ടോമാറ്റിക്കലി ആയിട്ട് ലൊക്കേഷൻ കണ്ടെത്തുകയുള്ളൂ. ഇനി നിങ്ങൾക്ക് എവിടെയാണ് യാത്ര ചെയ്യേണ്ടത്. ഞാൻ എൻ്റെ വീടിൽ നിന്ന് ഏകദേശം 10-35 കിലോമീറ്ററുള്ള മാഹി എന്ന സ്ഥലമാണ് ഞാൻ ടൈപ്പ് ചെയ്യുന്നത്. ഓക്കെ, മാഹി ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ മാഹിയിൽ എവിടെയാണെന്ന് ഇത് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ മാഹിയുടെ ഏറ്റവും ആദ്യത്തെ ഓപ്ഷൻ, നിങ്ങൾക്ക് ആ സ്ഥലത്തിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എവിടെയാണ് വേണ്ടത് അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. ശേഷം നെക്സ്റ്റ് ബട്ടൺ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു പേജാണ് ഓപ്പൺ ആയി കിട്ടുക. ഇവിടെ നിങ്ങൾക്ക് സെലക്ട് യുവർ വെഹിക്കിൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് വെഹിക്കിൾ മാറ്റണമെങ്കിലാണ്. ഇപ്പോൾ ഓൾറെഡി അതുള്ളത് കാറ്, ജീപ്പ്, വാന്, SUVയിലാണ്. ഇനി നിങ്ങൾക്ക് അതിൽ നിന്ന് മാറ്റണമെങ്കിൽ ഇതിലെല്ലാ വാഹനങ്ങളും നിങ്ങൾക്ക് കാണാം. ഇതിലേതാണ് നിങ്ങളുടേത്. ബൈക്കാണെങ്കിൽ ബൈക്ക് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ശേഷം ഇനി രണ്ടാമത്തെ ഓപ്ഷൻ ഞാൻ കാണിച്ചു തരാം. ഇനി തൊട്ട് താഴെ ഫ്യൂവൽ ഇൻഫോ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ശരാശരി നിങ്ങളുടെ വെഹിക്കിളിൻ്റെ ഒരു ഇൻഫർമേഷൻ ഇത് കൊടുത്തിട്ടുണ്ടാവും. സിറ്റിയിൽ 14 കിലോമീറ്റർ, ഹൈവേയിൽ 18 കിലോമീറ്റർ എന്ന്. ഇനി നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും മാറ്റം വരുത്തണം, അതായത് നിങ്ങളുടെ വാഹനത്തിൻ്റെ കൃത്യമായ മൈലേജ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളിതിൽ എത്രയാണ് നിങ്ങളുടെ വാഹനത്തിൻ്റെ മൈലേജ്. ഇപ്പോൾ എൻ്റെ വാഹനത്തിന് 20 തന്നെ കിട്ടുന്നുണ്ട് സിറ്റിയിൽ. ഹൈവേ ഒക്കെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ഏകദേശം 24 കിലോമീറ്റർ വരെ എനിക്ക് മൈലേജ് കിട്ടാറുണ്ട്. ഇനി ഇന്ധനത്തിൻ്റെ വിലയാണ്. നമുക്കറിയാം കേരളത്തിലൊക്കെ 105 ഇത് 100 കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ പെട്രോൾ റേറ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി താഴെ സബ്മിറ്റ് എന്ന ബട്ടൺ കാണാം. അതൊന്ന് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ എനിക്ക് എത്ര രൂപ ചിലവാകും, എത്ര ടോൾ കൊടുക്കണം എന്നുള്ളൊക്കെ കൃത്യമായ ഡീറ്റെയിൽസ് ഇതിൽ വന്നിട്ടുണ്ട്. അതായത് 75 രൂപ ടോൾ കൊടുക്കണം. അതായത് തലശ്ശേരി മാഹി ബൈപ്പാസിൽ ടോളുണ്ട്. ആ റേറ്റാണ് ഇതിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഫ്യൂവൽ എനിക്ക് 219 രൂപയുടെ ഫ്യൂവൽ എനിക്കാവും. അങ്ങനെ ടോട്ടൽ ഞാൻ 294 രൂപയാണ് ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ചിലവാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ശരാശരി കണക്ക് ഇതിൽ നിന്ന് പറഞ്ഞു തരും. ഇനി നിങ്ങൾക്ക് നേരെ മുകളിൽ ഫാസ്റ്റസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് ഞാനുള്ളത്. ഇനി എനിക്ക് ചീപ്പസ്റ്റ് ആയിട്ടുള്ള റോഡാണ് കാണേണ്ടതെങ്കിൽ തൊട്ടടുത്ത റോഡ് സെലക്ട് ചെയ്യുക. ഇതിപ്പോൾ ചെറിയൊരു ദൂരം ആയതുകൊണ്ടാണ്. ദീർഘദൂരമൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ചീപ്പസ്റ്റ് ആയിട്ടുള്ള റോഡ് ഏതാണെന്ന് നമുക്കിതുപോലെ കണ്ടെത്താവുന്നതാണ്. ഇനി ഇവിടെ താഴെ നടുവിലായി നിങ്ങൾക്ക് ഷോ ട്രാഫിക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇതിലേക്ക് ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് ട്രാഫിക് ജാം ഉള്ളതെന്ന്, അതും ലൈവാണ്, കൃത്യമായിട്ട് കാണിച്ചു തരുന്നതാണ്. ഇത് ഇവിടെ റെഡ് ഉള്ളിടത്തൊക്കെ വളരെയധികം ട്രാഫിക് ജാമിൽ പെടുന്ന ഏരിയ ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇതുപോലെ ലൈവായിട്ട് എവിടെയൊക്കെ ട്രാഫിക് ജാം ഉണ്ടെന്ന് കാണിച്ചു തരും. അതുപോലെ തന്നെ ടോളുള്ള ഇടം എത്തുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതാണ്.
ഇനി നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഇൻഫർമേഷൻ മാത്രം മതിയെങ്കിൽ ഇതിൽ നിന്ന് എക്സിറ്റ് പോയിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കാൻ പറ്റും. അല്ല നിങ്ങൾക്ക് ഇത് തന്നെ മാപ്പായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ഏരോ മാർക്ക് കാണാം. ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് പോകേണ്ടതെന്ന് സാധാരണ ഗൂഗിൾ മാപ്പ് പറഞ്ഞു തരുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് വഴി പറഞ്ഞു തരുന്നതാണ്. ഓരോ ഇടങ്ങളിലെത്തുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും തരുന്നതാണ്. അങ്ങനെ സുഗമമായിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ നിന്ന് യാത്ര ചെയ്യുന്നത് പോലെ തന്നെ ഈ മാപ്പ് ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് യാത്ര ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോകൾ ദിവസവും ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ വരും. അതുവരയ്ക്കും ഗുഡ് ബൈ.